जयप्रकाश नारायण बिहार की ढाका जिले में सन 1945 में पैदा हुआ है. എന്നെ കാണാമെന്നും പറഞ്ഞ് സാറ് ജയപ്രകാശിനെ അയച്ചോന്നാണ് ഞാൻ വന്നതെന്ന്. അഞ്ചാം പാഠത്തിലെ ഹിന്ദി കേൾക്കാനല്ല തന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. എന്നാ ആറാം പാഠത്തിലെ പറയാം. ആജ് ഭാരത് കി യുവക് സർക്കാരി നൗകരിക്ക് പ്രതീക്ഷ കർത്തി ഹെ. എനിക്ക് മനസ്സിലായില്ല. സാർ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കാൻ തയ്യാറായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന്. എന്നാ തയ്യാറായിക്കോ. കേവൽ ഉൽക്കാ ഫൂൽ കൈ ബാർ ഖീരാ മൂർച്ഛായ മധുവോं को मकरंद सखाया किंतु असहा है जीवन में बेवकूफ. അയ്യോ എനിക്കൊന്നും മനസ്സിലായില്ല. നാളെ മുതൽ താൻ ഈ കോളനി ജോലിക്ക് വരണ്ടാന്ന്. സാറിന് നല്ല മൂഡിലാണല്ലോ, എന്ത് പറ്റി? തന്നെ പറഞ്ഞു വിടുന്നതിലുള്ള സന്തോഷം കൊണ്ടാ. തന്റെ തന്ത ഗൂർക്ക കരഞ്ഞു പറഞ്ഞതുകൊണ്ടാ ഇന്റർകാസ്റ്റ് ഗൂർക്കയായിട്ടും തന്നെ ഞാൻ ഇവിടെ ജോലിക്ക് ഇരുത്തിയത്. ആ സ്നേഹവും ബഹുമാനവും എനിക്ക് എപ്പോഴും സാറിനോടുണ്ടല്ലോ. പക്ഷെ കോളനിക്കാർക്ക് എന്നോടുണ്ടായിരുന്ന സ്നേഹവും ബഹുമാനവും പോയി. അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ സിനിമാസ്കോപ്പ് പടം പോലെ ഷൈൻ ചെയ്തിരുന്ന ഞാൻ ഇപ്പൊ ഫംഗസ് ഏറിയ കാസറ്റ് പോലെ. നമുക്ക് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യലിന്റെ ഭാഗമായിട്ടാണ് തന്നെ പറഞ്ഞു വിടുന്നത്. അതിനോട് എന്ത് സംഭവിച്ചു? കള്ളന്മാരുടെ ശല്യം പെരുകുന്നു. പട്ടാപ്പകല് കോളേജ് കുമാരിമാരുടെ ആഭരണങ്ങൾ പിടിച്ചു പറിക്കുന്നു. പിടിച്ചു പറിച്ചാനോ പിടിച്ചല്ലോ. അത് പോലീസല്ലേ. മാല പൊട്ടിച്ച കാര്യമേ അവൻ സമ്മതിച്ചിട്ടുള്ളൂ. ബാങ്ക് മാനേജറുടെ മതിലയാടിയ കാര്യം ഏറ്റിട്ടില്ല. അത് പോലീസുകാരെ കൊണ്ട് കൊള്ളാഞ്ഞിട്ടാ. രണ്ട് പൂച്ചൂടെ പൂച്ചിരുന്നെങ്കിൽ അവൻ ഏറ്റനെ. പോലീസിനെ കൊണ്ട് കൊള്ളാത്ത സ്ഥിതിക്ക് ചോറിനെ ഞാൻ തന്നെ പിടിക്കാം. ചോറിനെ പിടിച്ച് താൻ ഉരുട്ടി വിഴുങ്ങും. എപ്പോ ക്യോ തീൻമൂർത്തി ഭവൻ. സാർ എനിക്കൊരു 3 മാസം അവധി കൂടി തരണം. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഒരു 3 സാർ 3 മാസം അവധി കൂടി തരണം. എന്നിട്ടും പിടിച്ചില്ലെങ്കിലോ? പിന്നെ അങ്ങോട്ട് സമയം കിടക്കില്ലേ, ഇഷ്ടം പോലെ നീട്ടാമല്ലോ. സാധ്യമല്ല. ഹിന്ദി തീരെ അറിയാൻ പാടില്ലാത്ത ഒരു ഗൂർഖ എന്ന നിലയിൽ തനിക്ക് ഞാനൊരു 3 മാസത്തെ സമയം തരും. അതിനുള്ളിൽ കള്ളനെ പിടിച്ചില്ലെങ്കിൽ സിക്കന്ദർക്ക് മുക്കന്ദർ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും. ഹാത്തി മേര സാത്തി ദോസ്തി. കള്ളന്മാരെ പിടിക്കുന്ന കാസറ്റുള്ള വേണോ? കള്ളനെ പിടിക്കുന്ന കാസറ്റ് ഇറങ്ങിയിട്ടുണ്ടോ? ഇറങ്ങി. ചുമ്മാ വെറുതെ വെച്ചാൽ മതി, അതിന്റെ പുറത്ത് മരുന്നെല്ലാം പുരട്ടണം. അല്ല, ചുമ്മാ ഇങ്ങനെ ഇട്ടാ മതി, കള്ളൻ തട്ടി വീണോളൂ. അച്ചൂസിക്ക് പോ. ചുമ്മാ